എത്ര പൈസ കൊടുത്തു? 1,00,000. 1,00,000 കൊടുത്തു. ഇനി പോയിട്ട് ബാക്കി കൊടുക്കണം? ഇല്ല ഒരിക്കലും. കാരണം ഞാൻ പിശിക്കാണ് പൈസയുടെ കാര്യത്തിൽ. പക്ഷെ നീ ഒരു മിടുക്കിയാണ്, അവരാതാൻ പറയാൻ വേണ്ടി. ഞാൻ കളഞ്ഞു കിട്ടുന്ന പൈസ പോലും ഞാൻ എടുക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ അങ്ങനെ പൈസ ഒന്നും കൊടുക്കത്തില്ല. കാരണം എന്ന് വെച്ചാല് അപ്പൊ 1,00,000 അവന്റെ പൈസ പോയി. കിട്ടും. അപ്പൊ ചുരുക്കം പറഞ്ഞ അവന്റെ പൈസ പോയി. അവൻ ഇനി ബാക്കി പൈസ അവള് കൊടുക്കത്തില്ലെന്നാ പറയുന്നേ. അനുമോൾ ആകെ തന്ന കാശാണ് കേട്ടോ പോകുന്നതിന് മുമ്പ്. പൈസ കിട്ടി അവിടുന്ന് ലേറ്റ് ആയിപ്പോയി. അപ്പൊ ഇവള് അഡ്വാൻസ് കൊടുത്ത് ഇവനെ അങ്ങ് ഒതുക്കി. എന്തൊക്കെ പറഞ്ഞാലും അവന്റെ പൈസ പോയി. എല്ലാം പോയില്ലയോടാ. ഇയാറാന്ന് പറഞ്ഞപ്പോ നാട്ടുകാരെ എല്ലാം തെറിവിളി കിട്ടും. അവൻ അവസാനമെങ്കിലും വിചാരിച്ചാണ് പൈസ എല്ലാം കിട്ടുമല്ലോ, അതും പോയി കിട്ടിയില്ലയോ നിന്റെ. അവസാനം മെച്ചം വന്നതെന്തുവാ, കുറെ നാട്ടുകാരെ തെറിവിളി. അവൾ അവനെ പറ്റിച്ച് കപ്പും കൊണ്ടുപോയി പൈസയും കൊണ്ടുപോയി. അവസാനം നേടിപ്പോ ഇങ്ങനെ നോക്കിയിരിക്കുന്ന അവസ്ഥയാണ്. അനുമോള് കപ്പടിച്ചപ്പോ എന്തോ മനസ്സിലായി. കുറച്ച് അപവാദവും കുറച്ച് അപരാധവും പിന്നെ കുറച്ച് കരച്ചിലും പിന്നെ 16 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ് പിആറിനെ പറ്റിച്ച് പട്ടിപ്പണി എടുപ്പിച്ച് കഴിഞ്ഞാൽ കപ്പ് എടുക്കാം. അതാണ് ഇപ്പൊ ഇത് നടന്നത്. ഇതിനകത്തെല്ലാം എനിക്ക് കോമഡി ആയിട്ട് തോന്നിയ ഒരാളുടെ മുഖം കണ്ടപ്പോഴാണ്. ഇവളുടെ ഈ മോന്ത കണ്ട് ഞാൻ ചിരിച്ചൊരു വഴിയായി.